സുഹൃത്തുക്കളെ, ഞാൻ ഇതേപോലെ വന്നിട്ട് ഇതേപോലെ സംസാരിക്കണമെന്ന് വിചാരിച്ച ഒരു വീഡിയോയേ അല്ല. പക്ഷെ ഇൻസ്റ്റയിൽ കൈരളി TV-യിൽ ഒരു സംവിധായകൻ ഒരു ന്യൂസ്, കൈരളി ന്യൂസിലാണെന്ന് തോന്നുന്നു, ഒരു സംവിധായകൻ വന്ന് പറഞ്ഞ ഒരു കാര്യമാണ്. മരണപ്പെട്ടത് 40 പേര് അവിടെ ഇരുന്നുകൊണ്ട് ചുമ്മാ ട്വിറ്ററിൽ ഡയലോഗ് അടിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണെങ്കിൽ വിജയ് എന്ന് പറഞ്ഞ വിജയുടെ പാർട്ടി നടത്തിയ ഈ പരിപാടിക്ക് മരിച്ചുപോയ 40 പേരെ കാണാൻ ഹോസ്പിറ്റലിൽ നിൽക്കണം. ഇത് മണ്ടനാണ്, എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്കുകയാണ്. ഈ വലിയ പ്രശ്നം വന്നത് വിജയെ കാണാൻ വന്ന ആരാധകരും അതേപോലെ അവരെ കാണാൻ വന്ന അവിടുത്തെ ജനങ്ങളും കൂടെയാണ്. ഇവൻ മണ്ടനെന്നാണ്. ഇവൻ എന്താണ് ഇവൻ വായി തോന്നിയെല്ലാം വിളിച്ച് പറയണം. ഇവനെ ഒരു കുന്തം അറിഞ്ഞൂടെ തന്നെ വിളിച്ച് കിടന്ന് പറയണത്. അവിടെ വിജയ് കാണാൻ വന്നപ്പോൾ ഇത്രയും വലിയ പ്രശ്നം, അതിന്റെ കൂടെ ഇനി വിജയം കൂടെ പോയ എന്ത് വലിയ പ്രശ്നമാവും. 40 400 മാറേ ഉള്ളൂ. അവിടെ കിടന്ന് ട്വിറ്ററിൽ കിടന്നിട്ട് പറയണതല്ല, അവിടെ നിന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് വിജയ് അവിടെ നിന്ന് മടങ്ങണത്. ഒരു രാഷ്ട്രീയ നേതാവാണെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. എന്തോന്നാണ് ചെയ്യേണ്ടത്? എടാ, വല്ല കാര്യം അറിഞ്ഞിട്ട് സംസാരിക്കടേ. ഈ പാവപ്പെട്ട സാധുജനങ്ങൾ അയാളെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ അപകടം വന്നിട്ട് പേരിൽ കൂറി അയ്യോ, ഈ അപകടം നടന്നത് കാണാൻ വന്ന ജനങ്ങളെ കൂട്ടമാണ് നടന്നത്. കാര്യം അറിഞ്ഞിട്ട് സംസാരിക്കുക. ഇപ്പൊ അവിടെ നടക്കുന്നത് കാണുമ്പോൾ കറക്റ്റ് തമിഴ്നാട് പൊളിറ്റിക്കൽ ഡ്രാമയാണ് അവിടെ നടക്കുന്നത്. അത് നിങ്ങൾക്കൊന്നും കണ്ടിട്ട് മനസ്സിലാവണില്ല. പിന്നെ അവിടെ നിന്നിട്ട് എന്തോന്നുണ്ടാക്കാൻ? പിന്നെ താങ്കൾ അവിടെ കിടന്ന് സംസാരിക്കണം. താങ്കൾ പോയി ഒന്ന് നോക്കാത്തത് അവിടെ എന്താണ് നടക്കണേന്ന്. അവിടെ കറക്റ്റായിട്ട് വിജയിരെ ഇപ്പൊ അവിടെ നടത്തുന്ന ആൾക്കാർ ഇപ്പോഴും അവരെ കൂടെ തന്നെ ഉണ്ട്. അതേപോലെ തന്നെ വിജയ് വന്നിട്ട് ഇതേപോലെ പൈസ 20 ലക്ഷം, ഓരോ കുടുംബത്തിന് 20 ലക്ഷവും അതുപോലെ തന്നെ ധനസഹായം കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നം ഉണ്ടാവേ ഉള്ളൂ. കാരണം വിജയെ കാണാൻ വേണ്ടി ആൾക്കാർ കൂടുകയും അതേപോലെ അവിടെ വിജയ് നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നം സോൾവ് ആവില്ല എന്ന് അറിഞ്ഞത് കൊണ്ടാണ് അവിടെ നിന്ന് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് പോയത്. അവിടെ പോയിട്ടെന്ന് തോന്നുന്നു പിന്നെയും ജനങ്ങൾ കൂടി പിന്നെയും പ്രശ്നം ഉണ്ടാവാനാണോ? എണീച്ച് പോടേ. വിജയ് കാണാൻ വന്നതിനാണ് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായത്. പിന്നെ ഇതും കൂടെ ഉണ്ടായിട്ട് പിന്നെ എന്ത് ചെയ്യണം? ഒരു ഹീറോയ സീനാണ് അവിടെ കാണുന്നത്. സത്യം പറഞ്ഞ വിജയ് ഫാൻസ് ക്ഷമിക്കാനാ. നീ കാണുന്ന പൊട്ടത്തരങ്ങൾ കേട്ടിട്ട് ചുമ്മാ ഇരിക്കാൻ പറ്റിയെന്നില്ല. ഇത് വിജയ് ഫാൻ എന്നല്ല, ഒരു ബുദ്ധിയുള്ള ആരും ഇത് കേട്ടോണ്ട് ഇങ്ങനെ ഇരിക്കൂല. നീ വിജയുടെ സിനിമ കണ്ടെന്ന് പറഞ്ഞാൽ ഇത് വിജയുടെ സിനിമ അല്ല. ഇത് 100% തമിഴ്നാട് പൊളിറ്റിക്സ് ആണ്. ജീവിതം എൻ്റർലി ഡിഫറെന്റ് ആണ്. തമിഴ്നാട് നടക്കുന്ന ഈ ഡ്രാമ കണ്ടിട്ട് നിങ്ങൾ ഇങ്ങനെ പറയേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യമാണ് പറഞ്ഞത്. ഇതേപോലെ തന്നെ ഗൈസ് കുറെ വീഡിയോ ഇവന്റെ ഇങ്ങനെ ഇതേപോലെ ഇറങ്ങുന്നുണ്ട്. ഒരു കാര്യം അറിഞ്ഞുകൂടാതെ ഓരോ കാര്യങ്ങൾ സംസാരിക്കണം. അത് വിട്ട് 40-ലധികം ആൾക്കാർ മരിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ 40-ന് മേലുള്ള ആൾക്കാർ മരിച്ചിട്ടുണ്ടെന്ന് പോലും ഇപ്പൊ അറിയണം. കാരണം മരിച്ചവർ ഒരു ജീവനോടെ നിൽക്കുന്ന കുറെ കാര്യം വീഡിയോസ് ഇപ്പൊ ലീക്കായിട്ട് വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അവിടെ നടക്കുന്ന ഒരു 100% പൊളിറ്റിക്കൽ ഡ്രാമയാണ് അവിടെ നടക്കുന്നത്. മരിച്ചിട്ടുണ്ട് കേസ്. കാരണം വിജയ് കാണാൻ വേണ്ടി ഇത്രയും പേര് വരുമ്പോൾ അതിനനുസരിച്ചുള്ള ആൾക്കാർ കൂട്ടം എല്ലാവരും വരും. പക്ഷെ ഇവര് പറഞ്ഞ ഈ പൊട്ടത്തങ്ങളുണ്ടല്ലോ, പൊട്ടത്തരങ്ങൾ മാത്രം വിളിച്ച് പറയല്ലേ. ഇദ്ദേഹത്തിന്റെ പേര് MA നിഷാദ്. എന്താണെന്ന് അറിയണോ നിഷാദ് ബ്രോ? കുറച്ചെങ്കിലും മനസാക്ഷിയോടെ കാര്യം സംസാരിക്കണം. ഈ ന്യൂസ് ചാനലിൽ കിട്ടിയെന്ന് പറഞ്ഞിട്ട് വായി തോന്നി വിളിച്ച് പറയല്ലേ. ഇത് ഫെയിമിന് വേണ്ടിയാലും പറയല്ലേ. ഓക്കെ ഗൈസ്, എനിക്കിത് പറയണമെന്നുണ്ട്. ഇത് കണ്ടിട്ട് മനസ്സ് വരണില്ല. കുറച്ചെങ്കിലും ഒരു വിവരം ഉണ്ടെങ്കിൽ ഇങ്ങനെ സംസാരിക്കൂല. ഇത്രയും വലിയ ആൾക്കാർ വന്നത് വിജയ് അണ്ണനെ കാണാൻ വേണ്ടിയാണ്. ഈ കണ്ടതിന് ശേഷം വന്ന കൂട്ടം പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെയും പ്രശ്നങ്ങൾ വലുതാവേ ഉള്ളൂ. മനസ്സിലാവാത്ത കുറെ എണ്ണം. ബൈ ഗൈസ്.